അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിന്ന് വിൻഡോസ് പി സിക്കകത്ത് മാക്OS ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഫ്രണ്ട്സ് 10 ഇരട്ടി സ്പീഡ് വിൻഡോസിനെക്കാളും ഭയങ്കര സ്പീഡാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് ഇത് വിൻഡോസ് പോകാതെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ വിൻഡോസും മാക്OSും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വിൻഡോസ് ഓൺ ചെയ്ത് വിൻഡോസ് വരും, അതുകൊണ്ട് തന്നെ മാക്OS സെലക്ട് ചെയ്യണമെങ്കിൽ മാക്OS വരും കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇത്തരം ഫയൽസിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. ഇത് ഓരോന്ന് പോയി ഡൗൺലോഡ് ചെയ്യണമെന്നില്ല ഫ്രണ്ട്സ്. ഞാൻ ഇത് എല്ലാം കൂടെ ഒരു ഡ്രൈവിലാക്കിയിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാവേ. ഫ്രണ്ട്സ് ആദ്യം നമുക്കൊരു EFI ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ മാക്OS ഇൻസ്റ്റാൾ ചെയ്താൽ പോലും റീസ്റ്റാർട്ട് ചെയ്യാത്ത വിൻഡോസിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് EFI ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ് അതിന് വേണ്ടി നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാം കേട്ടോ. ഇതിൽ കൂടി EFI ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഈ ഒരു ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അഡ്മിനായിട്ട് റൺ ചെയ്യാം കേട്ടോ. റണ്ണ് കൊടുക്കാം. അപ്പോൾ നമുക്ക് പൈത്തൺ ഇൻസ്റ്റാൾ അല്ല, അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വൈ കൊടുക്കാം കേട്ടോ. നമുക്ക് വൈ കൊടുത്തിട്ട് എൻ്റർ കൊടുക്കാം. അപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഒന്നുകൂടെ ഫയൽ റൺ ചെയ്യണം, അഡ്മിനായിട്ട് റൺ ചെയ്യണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിനി നമ്മളെ പി സിയിലുള്ള മൊത്തം ഹാർഡ്വെയർ സ്കാൻ ചെയ്യണം കേട്ടോ. നമ്മളെ പി സിക്ക് പറ്റിയ EFI ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇത് തന്നെ പറഞ്ഞു തരും നമുക്ക് ഏത് മാക്OS ആണ് വർക്ക് ചെയ്യുന്നത് നമ്മളെ പി സിയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കൊടുക്കാം, ഈ ഓപ്ഷൻ കൊടുക്കാം. 1 കൊടുത്തിട്ട് എൻ്റർ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ എക്സ്പോർട്ട് ചെയ്യണം കേട്ടോ. എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. കൊടുത്ത് നമ്മൾ പി സിയിലുള്ള മൊത്തം ഡീറ്റെയിൽസും നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മൾ പി സിക്ക് പറ്റിയത് മാക്OS 26 ആണ് കേട്ടോ. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്, ഇതെനിക്ക് വർക്ക് ചെയ്യത്തില്ല കേട്ടോ. ഞാൻ നോക്കി ആദ്യം, പക്ഷേ വർക്ക് ചെയ്യത്തില്ല. ഇതിനകത്തുള്ള എല്ലാം കറക്റ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഏറ്റവും ബെറ്റർ, ഇപ്പോൾ ലോ എൻഡ് പി സി ആണെങ്കിൽ ഏറ്റവും ബെറ്റർ മാക്OS 26 താഴെയുള്ള 13 അല്ലെങ്കിൽ 12 യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഹൈ എൻഡ് പി സി ആണെങ്കിൽ കുഴപ്പമില്ല. എന്തായാലും എനിക്കിത് വർക്ക് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ ഞാൻ 13 യൂസ് ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ മാക്OSൻ്റെ ഇമേജ് ഫയൽ ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. അതിന് ഈ ഒരു സൈറ്റ് ഉപയോഗിക്കണം. ഇതിനകത്ത് എല്ലാ മാക്OS വെർഷനും കിട്ടും. ഞാൻ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് 13 കേട്ടോ. ഇത് എനിക്ക് വർക്ക് ചെയ്തില്ല, കുറേ എററും കാര്യമൊക്കെ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മാക്OS 13 ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇമേജ് ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്തേക്കുന്നത് മാക്OS 13 കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ 13 കൊടുക്കാൻ പോവാണ്. എൻ്റെ നമ്പർ 22 ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ 22 കൊടുത്തിട്ട് നമുക്ക് എൻ്റർ കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഹാർഡ്വെയർ റിപ്പോർട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ക്രിയേറ്റ് ഹാർഡ്വെയർ റിപ്പോർട്ട് ഇല്ല, അതും വെച്ച് നമുക്ക് EFI ബിൽഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ കൊടുക്കാം, 6ാമത്തെ ഓപ്ഷൻ കൊടുക്കാം, എൻ്റർ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിനി കോഡാക്സ് ചൂസ് ചെയ്യണം കേട്ടോ. എൻ്റെ ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് 56 ആണ് കേട്ടോ. ഈ പച്ച കാണിച്ചിരുന്നതാണ്. അപ്പോൾ അത് തന്നെ ഞാൻ ചൂസ് ചെയ്യാൻ പോവാണ് കേട്ടോ, 56 തന്നെ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ EFI ഫയൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഡെസ്ക്ടോപ്പിലോട്ട് മൂവ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പെൻഡ്രൈവിനകത്ത് നമ്മൾ ഇമേജ് ഫയൽ ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ടൂളാണ് കേട്ടോ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് അഡ്മിനായിട്ട് ഓപ്പൺ ചെയ്യണം, ഇതിന് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ് ആദ്യം നമ്മൾ ഇമേജ് ഫയൽ സെലക്ട് ചെയ്യണം കേട്ടോ. എൻ്റെ ഇമേജ് ഫയൽ ഡെസ്ക്ടോപ്പിലാണ് കിടക്കുന്നത്. ഇതാണ് കേട്ടോ, ഇതാണ് ഇമേജ് ഫയൽ. അപ്പോൾ ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ പെൻഡ്രൈവ് സെലക്ട് ചെയ്യണം കേട്ടോ. എൻ്റെ ഇതാണ്. ഇനി ഫ്ലാഷ് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഇത് ഇൻസ്റ്റാൾ ആയിട്ട് സമയം എടുക്കും കേട്ടോ. ഫ്രണ്ട്സ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്ത ചെയ്യേണ്ടത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത EFI ഫയൽ അല്ല, അത് നമുക്ക് USB ആക്കണം. അതിനുവേണ്ടി ഒരു ടൂൾ ഉപയോഗിക്കണം. അപ്പോൾ ഇതാണ് ആ ടൂൾ കേട്ടോ, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഓപ്പൺ ചെയ്യണം കേട്ടോ. ഫ്രണ്ട്സ് ഈ ഒരു ഫയൽ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നെറ്റ് ഓഫ് ചെയ്യണം കേട്ടോ. നെറ്റ് ഓഫ് ആണോ നോക്കണം. അപ്പോൾ നെറ്റ് ഓഫ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ ഈ സെറ്റപ്പ് ഫയൽ കാണാൻ പറ്റും കേട്ടോ. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുത്തിട്ട് റൺ ചെയ്യണം കേട്ടോ. എന്നിട്ട് റണ്ണ് കൊടുക്കാം. അവിടെ കാണാൻ പറ്റും, ഇവിടെ റണ്ണ് കൊടുത്താൽ മതി. ഇനിയും അത് ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു കീ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഈ ഫയൽസിൽ പോയിട്ട് ഇവിടെ ഈ 3ാമത്തെ ഈ ഫയൽ കണ്ടോ, അത് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അത് ഓപ്പൺ ചെയ്യണം. ശേഷം ഇത്രയും ഫയൽസ് നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ. കട്ടോ കോപ്പിയോ ചെയ്യണം. എന്നിട്ട് ഇത് നമ്മൾ എക്സിറ്റ് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ ഇതാണ് ഇൻസ്റ്റാൾ ചെയ്ത് ഇനി റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ഫയൽ ലൊക്കേഷൻ കൊടുത്തിട്ട് ഇതിലോട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യണം. ആദ്യം പേസ്റ്റ് കൊടുക്കാം കേട്ടോ. റീപ്ലേസ് ഇവിടെ ടിക്ക് കൊടുക്കാം. ടിക്ക് കൊടുത്തതിന് ശേഷം ടിക്ക് കൊടുക്കണ കണ്ടിന്യൂ അടിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ബാക്കിലോട്ട് പോയിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം കേട്ടോ.
ഫ്രണ്ട്സ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ മാക്കോസ് ഇൻസ്റ്റാൾ ചെയ്ത പെൻ ഡ്രൈവ് ഇല്ലേ, അത് സെലക്ട് ചെയ്യണം കേട്ടോ. ഇതാണത്. ഇതിനകത്ത് നമുക്ക് EFI എന്ന് കാണാൻ പറ്റും സൈഡിൽ. ഇതാണ് കേട്ടോ. ഇത് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ ഡിലീറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത ശേഷം ഡിലീറ്റ് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇവിടെ അപ്ലൈ കൊടുക്കാം, എന്നിട്ട് ഏസ് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്ലൈ ആയിട്ടുണ്ട്. ക്രിയേറ്റ് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇവിടെ ഏസ് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് NTFS മാറ്റിയിട്ട് FAT32 കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇവിടെ ലേബിൾ EFI എന്ന് കൊടുക്കാം. എന്നിട്ട് ഫ്രണ്ട്സ് ഇവിടെ ഓക്കെ കൊടുക്കാം കേട്ടോ. ഇനി അപ്ലൈ കൊടുക്കാം, എന്നിട്ട് ഏസ് കൊടുക്കാം. ഇപ്പോൾ റെഡിയാവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്ലൈ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫയൽസ് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഫയൽസിൽ പോയിട്ട് ഇവിടെ GSPC കാണാൻ പറ്റും കേട്ടോ. GSPC പോയിട്ട് ഇവിടെ നമ്മൾ ആ ഫയൽ കാണാം, EFI എന്ന് പറഞ്ഞ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കാണാൻ പറ്റും കേട്ടോ. ഇതിലോട്ട് നമ്മൾ ഈ EFI കണ്ടോ, EFIയും അതുകൊണ്ട് തന്നെ ഇത് കണ്ടോ, ഈ രണ്ടെണ്ണം ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് ഇതിലോട്ട് അങ്ങ് ഇടണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഇത് ക്ലോസ് ചെയ്യാം കേട്ടോ. അത് ക്ലോസ് ചെയ്ത ശേഷം നമുക്ക് ആ പാർട്ടീഷൻ ചെയ്ത ആപ്പില്ല, അതിലോട്ടാണ് തിരിച്ചു പോകാം. എന്നിട്ട് ഇവിടെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യാം കേട്ടോ. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ചേഞ്ച് പാർട്ടീഷൻ ടൈപ്പ് ID കാണും കേട്ടോ, അത് സെലക്ട് ചെയ്യണം. എന്നിട്ട് ഇവിടെ നമ്മൾ ഇതിലോട്ട് പോയിട്ട് EFI സിസ്റ്റം പാർട്ടീഷൻ സെലക്ട് ചെയ്തിട്ട് ഏസ് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇവിടെ അപ്ലൈ കൊടുക്കാം, എന്നിട്ട് ഏസ് കൊടുക്കാം കേട്ടോ. ഫ്രണ്ട്സ്, ഇവിടെ അൺലോക്കേഡ് എന്ന് കാണാൻ പറ്റും കേട്ടോ. അത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഏസ് കൊടുക്കണം. എന്നിട്ട് ഫ്രണ്ട്സ് ഇവിടെ NTFS കാണാൻ പറ്റും, അത് ചേഞ്ച് ചെയ്തിട്ട് ESFAT കൊടുക്കണം കേട്ടോ. ESFAT സെലക്ട് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് ഫയൽസ് എന്ന് പേര് കൊടുക്കാം. എന്നിട്ട് ഓക്കെ കൊടുക്കാം ഫ്രണ്ട്സ്. ഓക്കെ കൊടുക്കാൻ ശേഷം ഇവിടെ അപ്ലൈ കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഏസ് കൊടുക്കാം. ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, നമുക്കിത് ക്വിറ്റ് ചെയ്യാം കേട്ടോ. എക്സിറ്റ് അടിച്ചിട്ട് നമുക്ക് ഫയൽസ് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റോറേജ് ഇല്ലേ, ഫയൽസ് എന്ന് പറഞ്ഞാൽ, അതിലോട്ട് നമുക്ക് ഈ രണ്ട് ഫയൽസും കോപ്പി ചെയ്യാം കേട്ടോ. ഡ്രാഗ് ചെയ്ത് ഇട്ടാൽ മതി. ഫ്രണ്ട്സ്, നമുക്ക് മാക്കോസിന് വേണ്ടി ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. അതിനുവേണ്ടി നമ്മൾ സെർച്ചിൽ പോയിട്ട് പാർട്ടീഷൻ സെർച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്രിയേറ്റ് ആൻഡ് ഫോർമാറ്റ് ഹാർഡ് ഡിസ്ക് എന്ന് കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അതിനുശേഷം ഫ്രണ്ട്സ് ഇവിടെ നമ്മൾ ഹാർഡ് ഡ്രൈവ് സെലക്ട് ചെയ്യാം, എന്നിട്ട് സ്ട്രിംഗ് വോളിയം സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വെക്കാൻ പോകുന്നത് 100 GB ആണ് കേട്ടോ. മിനിമം 100 GB വേണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ചേഞ്ച് ചെയ്തിട്ട് 100 ആക്കാം കേട്ടോ. പിന്നെ 100 GB ആക്കാം. ഓക്കെ, ഇനി നമുക്ക് സ്ട്രിംഗ് കൊടുക്കാം കേട്ടോ. ഇവിടെ ആയിട്ടുണ്ട്, ഇതാണ് കേട്ടോ. ഇതിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സിമ്പിൾ വോളിയം കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് ഇവിടെ നമ്മൾ ഇഷ്ടമുള്ള കൊടുക്കാം കേട്ടോ. ഞാൻ എന്തായാലും M1 കൊടുക്കണം, മാക്ക് ആയതുകൊണ്ട്. എന്നിട്ട് നമുക്ക് ESFAT കൊടുക്കാം കേട്ടോ. ESFAT സപ്പോർട്ട് അതുള്ളൂ മാക്കിൽ, അതുകൊണ്ട് ഇത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ പേര് കൊടുക്കാം, ഞാൻ MacOS കൊടുക്കുക കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം, ഫിനിഷ് കൊടുക്കാം. ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ, സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി ഫ്രണ്ട്സ് നമുക്ക് റീസ്റ്റാർട്ട് കൊടുക്കാം കേട്ടോ. അത് റീസ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, നമുക്കിനി ബയോ സെറ്റിങ്സിലോട്ട് പോകണം കേട്ടോ. അതിനുവേണ്ടി F2 പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എല്ലാ PCക്കും F2 ആയിരിക്കണം എന്നില്ല കേട്ടോ, ചിലതിന് F10 ആയിരിക്കും. ഫ്രണ്ട്സ്, ഇതിൻ്റെ ലിസ്റ്റ് ചെയ്യാൻ കമൻറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, നമുക്ക് ഇച്ചിരി കാര്യങ്ങൾ മാറ്റാനുണ്ട് കേട്ടോ. അതിന് തന്നെ സെക്യൂരിറ്റി ടാബിൽ വന്നിട്ട് സെക്യൂർ ബൂട്ട് ഡിസേബിൾ ആണെന്ന് നോക്കണം. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ബൂട്ട് ഡിസേബിൾ ആണെന്ന് നോക്കണം. അതുകൊണ്ട് തന്നെ ഈ ഗ്രാഫിക്സ് കൺഫിഗറേഷനകത്ത് വന്നിട്ട് 64 MB ആണെന്ന് നോക്കണം. ഫ്രണ്ട്സ്, നിങ്ങളുടെ PCയിലും ഞാൻ സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് തന്നെ എനേബിളും ഡിസേബിളും ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് സേവ് ആൻഡ് എക്സിറ്റിലോട്ട് വന്നിട്ട് നമ്മൾ പെൻ ഡ്രൈവ് കാണാൻ പറ്റും കേട്ടോ. എൻ്റർ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ആപ്പിളിൻ്റെ ഒരു ലോഗോ കാണാൻ പറ്റും കേട്ടോ, അത് ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഫ്രണ്ട്സ്, നമുക്ക് ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഡിസ്ക് യൂട്ടിലിറ്റി കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ മുമ്പ് ക്രിയേറ്റ് ഡിസ്ക് കാണാൻ പറ്റുന്നുണ്ട് മാക്കോസിന് വേണ്ടി. മാക്കോസ് എന്ന് പറഞ്ഞ് വളരെ വിൻഡോസ് ആട്ടോ, അത് നമ്മൾ എറേസ് ചെയ്യൽ. താഴത്തെ മാക്കോസ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ എറേസ് കൊടുക്കാം കേട്ടോ. എറേസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ആപ്പിളിൻ്റെ ഫയൽ ഫോർമാറ്റ് കൊടുക്കണം. APFS എന്ന് പറഞ്ഞ് കാണും, അത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം എറേസ് കൊടുക്കണം കേട്ടോ, എറേസ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, എറേസ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബാക്ക് വരണം. ബാക്ക് വന്നതിന് ശേഷം എന്നിട്ട് ഇവിടെ ഇൻസ്റ്റാൾ മാക്കോസ് കാണാൻ പറ്റും കേട്ടോ, അതിൽ ക്ലിക്ക് ചെയ്യണം.
കണ്ടിന്യൂ കൊടുക്കണം. ഇനി കണ്ടിന്യൂ കൊടുക്കണം കേട്ടോ. എഗ്രി കൊടുക്കണം. ഇനി നമ്മൾ മുമ്പേ ക്രിയേറ്റ് ചെയ്ത മാക്കോസ് ഡ്രൈവ് സെലക്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കണം കേട്ടോ. ഫ്രണ്ട്സ് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇൻസ്റ്റാൾ ആകുമ്പോഴേക്ക് റീസ്റ്റാർട്ട് ആവും. അപ്പോൾ എൻ്റെ ഈ F2 ആയതുകൊണ്ട് ഞാൻ F2 തന്നെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാവർക്കും F2 ആയിരിക്കത്തില്ല. അങ്ങനെ ലിസ്റ്റ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് മുമ്പേ കാണിച്ചു വിട്ട് തന്നെ കേലാൻഡ് എക്സിറ്റിൽ പോയിട്ട് പെൻഡ്രൈവ് സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ മാക്കോസ് ഇൻസ്റ്റാളർ കാണാൻ പറ്റും കേട്ടോ. ഓരോ പ്രാവശ്യം റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആ ഓപ്ഷൻ മാത്രമേ സെലക്ട് ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് 2-3 വർഷം റീസ്റ്റാർട്ട് ആകാത്ത തന്നെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കട്ടെ, മാക്കോസ് ഇൻസ്റ്റാളർ കാണത്തില്ല, മാക്കോസ് എന്നായിരിക്കും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ PC നമ്മൾ മാക്കോസ് ഇൻസ്റ്റാൾ ചെയ്ത് കേട്ടോ. ഇനി നമ്മൾ ഇച്ചിരി അവിടെ ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോസിലോട്ടായിരിക്കും നേരെ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇച്ചിരി കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ആദ്യം തന്നെ നമ്മൾ ഫൈൻഡർ ഓപ്പൺ ചെയ്യണം. അതിനകത്ത് ഈ ഫയൽസ് തന്നെ ഡ്രൈവ് എടുക്കണം കേട്ടോ. അതിനകത്ത് ഈ DMG എന്ന് കാണാൻ പറ്റും, അത് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് ഇത് റൺ ചെയ്യണം കേട്ടോ. അതിനകത്ത് എറർ കാണിക്കും. അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു ആപ്പ് റൺ ആകാൻ പ്രത്യേക പെർമിഷൻ വേണം കേട്ടോ. അതിന് വേണ്ടി നമുക്ക് സെറ്റിങ്സിൽ പോവാം. എന്നിട്ട് പ്രൈവസി സെക്യൂരിറ്റി എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോവാം. താഴോട്ട് പോയി കഴിഞ്ഞാൽ ഓപ്പൺ എനിവേ ഓപ്ഷൻ കാണാൻ പറ്റും കേട്ടോ. അതിനകത്ത് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ മാക്കോസിൻ്റെ പാസ്വേഡ് കൊടുക്കണം കേട്ടോ. എന്നിട്ട് മുമ്പേ ഓപ്പൺ ചെയ്ത ആപ്പ് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇവിടെ ഓപ്പൺ എന്ന ഓപ്ഷൻ കൊടുക്കണം കേട്ടോ. ഇനി ഏറ്റവും മണ്ടയ്ക്ക് ആണ് എഡിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അതിനകത്ത് മൗണ്ട് ESP കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ വിൻഡോസ് ഏതിനകത്താണ് ഇൻസ്റ്റാൾ അയക്കുന്നത്, ഏത് ഡ്രൈവിനകത്താണ് ഇൻസ്റ്റാൾ അയക്കുന്നത് അത് കൊടുക്കണം കേട്ടോ. അതിന് ഫസ്റ്റിലത്തെ കൊടുക്കണം. ഇതിനകത്താണ് എൻ്റെ വിൻഡോസ് ഉള്ളത്. എന്നിട്ട് മൗണ്ട് കൊടുക്കാം കേട്ടോ. ഈ പാസ്വേഡ് കൊടുക്കാം. വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഫയൽസ് എന്ന് പറഞ്ഞ ഇതില്ല, ഡ്രൈവില്ല, അതിൽ പോയിട്ട് EFI കാണാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കോപ്പി ചെയ്യണം. ലോങ് പ്രസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ നോ നെയിം എന്ന് പറഞ്ഞതിനകത്ത് ഒരു പ്രസ് ചെയ്യാൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ EFI കാണാൻ പറ്റും. അതിനകത്ത് പിന്നെ ക്ലിക്ക് ചെയ്യണം. മൈക്രോസോഫ്റ്റ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇനി റീസ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അതിന് വേണ്ടി നമുക്ക് മണ്ടയ്ക്ക് ആപ്പിൾ ഐക്കൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് റീസ്റ്റാർട്ട് പ്രസ് ചെയ്താൽ മതി കേട്ടോ. ഫ്രണ്ട്സ് ഇന്നത്തെ പ്രശ്നമുണ്ട് കേട്ടോ. മാക്കോസ് ഇൻസ്റ്റാൾ ചെയ്യാത്ത എല്ലാ PCയും നെറ്റ്വർക്ക് അതായത് വൈഫൈ കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യത്തില്ല കേട്ടോ. ഗ്രേ ഔട്ട് ആയിരിക്കും, ഡിസേബിൾഡ് ആയിരിക്കും. അപ്പോൾ അത് എങ്ങനെ യൂസ് ചെയ്യുന്ന അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അടുത്ത ലോങ് വീഡിയോ, അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. അന്നേരം ഇടുന്നതായിരിക്കും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കേബിൾ വഴി കണക്ട് ചെയ്യാം കേട്ടോ. ഈ ഐഫോൺ ഉള്ളവരാണെങ്കിൽ ലാപ്പ് കേബിൾ വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് കിട്ടും. അതൊരു സൊല്യൂഷനാണ് കേട്ടോ. അല്ലാതെ വേറെ സൊല്യൂഷൻ വെച്ചാൽ നെറ്റ്വർക്ക് അഡാപ്റ്റർ നമുക്ക് ഓൺലൈനിൽ കൂടെ മേടിക്കാൻ പറ്റും, അതും പറ്റും, അങ്ങനെയും പറ്റും കേട്ടോ. എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. ഫ്രണ്ട്സ് റീസ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, വിൻഡോസ് വേണോ മാക്കോസ് വേണമെന്ന്. ഇനി വിൻഡോസിലോട്ടുണ്ടെങ്കിൽ വിൻഡോസ് യൂസ് ചെയ്യാം, മാക്കോസ് വേണ്ടി മാക്കോസ് യൂസ് ചെയ്യാം കേട്ടോ. ഫ്രണ്ട്സ് നമ്മളങ്ങനെ മാക്കോസ് നമ്മൾ PC ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനിയും എന്തെങ്കിലും സംശയമോ കാര്യമുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് ഇതുകൊണ്ട് ഐഫോൺ റിലേറ്റഡ് വീഡിയോക്ക് വേണ്ടി ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ ഉത്തരം പറഞ്ഞായിരിക്കും.